ഹായ് ഓൾ, ഞാൻ സൂസൻ. കഴിഞ്ഞ 2 പ്രളയങ്ങളുടെയും മുറിപ്പാടുകൾ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൊച്ചു കേരളം വീണ്ടും അടുത്ത പ്രളയത്തെ നേരിട്ട് കഴിഞ്ഞു അല്ലേ? പെട്ടിമുടിയിലെയും കരിപ്പൂരിലെയും ഒക്കെ ദുരന്ത വാർത്തകൾ അറിഞ്ഞുകൂടെ തന്നെ നന്മ പറ്റാത്ത മനസ്സുള്ള സാധാരണക്കാരായ കുറെ മനുഷ്യരെ പറ്റി നമ്മൾ അറിഞ്ഞു. ഒരു കോവിഡ് പ്രതിസന്ധിയും വകവയ്ക്കാതെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്ത പുണ്യപ്രവൃത്തി ഉണ്ടല്ലോ, അത് മാത്രം മതി ഒരു പ്രതിസന്ധിക്കും പ്രളയത്തിനും ദുരന്തത്തിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ. ഞാനിതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്റെ ജീവിതത്തിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു കൊച്ചനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറെ നല്ല മനുഷ്യരുടെ ഇടപെടലാണ് ഒരു ചെറിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. അതെനിക്ക് ഇന്നിവിടെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ശരിക്കും മൂന്നാറിലേക്ക് ഒരു 60-62 കിലോമീറ്റർ ദൂരമൊക്കെ ഉള്ളൂ. പക്ഷേ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ ഇത്ര നാളായിട്ടും പിള്ളേരെ മൂന്നാറൊന്ന് കാണിക്കാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. എന്തായാലും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ക്രിസ്മസ് അവധിക്ക് ഒരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തു. പാരന്റ്സും ഒക്കെ ആയിട്ടായിരുന്നു യാത്ര. പോകുന്ന വഴിക്ക് അടിമാലിയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ മാറി തുടങ്ങും, നല്ല തണുപ്പൊക്കെ തുടങ്ങും. മൊത്തം നല്ലൊരു ടൂറിന്റെ മൂഡിലേക്ക് നമ്മൾ വരും. പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. പോണ വഴിക്ക് ഇടയ്ക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ അങ്ങനെ പോവാണ്. ഞങ്ങളുടെ പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, പോണ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ന് പകല് മൂന്നാർ മുഴുവൻ കറങ്ങി തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്കും താമസ സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ സ്റ്റേ ചെയ്ത സ്ഥലത്ത് അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താം. അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങള് പകല് മൂന്നാറ് കറക്കം എല്ലാം കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കിനും താമസ സ്ഥലത്തേക്ക് പോവാം. ആ റോഡിന്റെ പേര് ആനച്ചാൽ കുഞ്ചിത്തണ്ണി റോഡാണ്. അപ്പോ ആ റോഡ് ഭയങ്കര മോശമായിരുന്നു. അതായത് 2018 പ്രളയമൊക്കെ കഴിഞ്ഞ് റോഡിന്റെ 2 വശങ്ങളും മണ്ണൊക്കെ ഇടിഞ്ഞു പോയി, ആകെ ഗട്ടറും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു റോഡായിരുന്നു. പിന്നെ അതിന് പുറമെ അതൊരു കുത്തനെയുള്ള ഒരു ഇറക്കമായിരുന്നു. പിന്നെ രാത്രിയായിരുന്നു. അപ്പൊ കുറച്ച് സാഹസികമായിട്ടായിരുന്നു ആ റോഡിൽ കൂടെയുള്ള ഞങ്ങളുടെ യാത്ര. പെട്ടെന്ന് ഓപ്പോസിറ്റ് വന്ന ഒരു ജീപ്പിലെ ആൾക്കാരോട് ഞങ്ങളോട് കൈകൊണ്ട് എന്തോ ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടി സൈഡ് കൊടുക്കാനായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് പതുക്കെ വണ്ടി ലെഫ്റ്റിലേക്ക് ഞങ്ങളൊന്ന് ചേർത്ത് കൊടുത്തു. അപ്പൊ തന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഗട്ടറിലേക്ക് ടയർ ഇറങ്ങിയതായിരിക്കും എന്ന് ഓർത്തു. അപ്പൊ അത്രയും ആയപ്പോഴത്തേക്കും ആ ജീപ്പിലിരുന്ന ആൾക്കാര് അവര് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന പാടെ അവര് ഗ്ലാസ് താത്താൻ പറയണ്ട ഞങ്ങളോട്. അപ്പൊ ഗ്ലാസ് താത്തിയപ്പോഴത്തേക്കും ആ ആൾക്കാരെല്ലാരും കൂടെ ഡോറിന്റെ അകത്തേക്ക് കൈ ഇട്ടിട്ട് ഈ ഡോറ് വലിച്ചു തുറക്കാനായിട്ട് നോക്കാം. ഞങ്ങൾക്ക് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ ദേഷ്യം വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായി കാണിക്കണേ, ഞങ്ങളുടെ കൂടെ പ്രായമായിട്ടുള്ള പാരന്റ്സ് ഒക്കെ ഉള്ളതാ എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതൊന്നും അല്ല, ദൈവത്തെ ഓർത്ത് ഞങ്ങൾ പറയണത് നിങ്ങളൊന്ന് അനുസരിക്കും, ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്, വണ്ടി 1 ഇഞ്ച് പോലും ഇനി മുമ്പോട്ട് നീങ്ങരുത് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെല്ലാം ഈ 2 ഡോറിലേക്കും ഇങ്ങനെ കൈ പിടിച്ചിട്ട് വണ്ടി ഇങ്ങനെ റോഡിന്റെ വശത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് വേഗം എന്നെയും പിള്ളേരെയും പാരന്റ്സിനെയും ഒക്കെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. എന്തായാലും എന്തോ അപകടം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ആൾക്കാരെല്ലാം അപ്പോഴും ഈ വണ്ടി ഇങ്ങനെ ഊർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഇങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുക. ആരൊക്കെയോ വടം അന്വേഷിക്കണം കേട്ടു. അപ്പൊ ഭാഗ്യത്തിന് അടുത്തുള്ള ഏതോ വീട്ടിൽ നിന്ന് വടം കിട്ടി. അതുപോലെ തന്നെ ഒരു ലോറി നമ്മുടെ വണ്ടിയുടെ എതിർവശത്ത് പോകണുണ്ടായിരുന്നു. ആ കിട്ടിയ വടം ആ ലോറിയിലും നമ്മുടെ വണ്ടിയിലും ഒക്കെ ആയിട്ട് വലിച്ചു കെട്ടി. പിന്നെ ഈ ആൾക്കാരും കൂടെ ഈ കാറയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഡോറയിൽ വലിച്ച് ഹസ്ബൻഡിനെ അങ്ങനെ തന്നെ ഇരുത്തിക്കൊണ്ട് വണ്ടി ആ കുഴിയിൽ നിന്ന് വലിച്ച് റോഡിലേക്ക് കയറ്റി വെച്ചു. പുറത്ത് ഇതെല്ലാം കണ്ട് പേടിച്ച് ഞങ്ങൾ നിൽക്കുവാണ്. അമ്മ കരച്ചില് തുടങ്ങിയായിരുന്നു. ആരൊക്കെയോ പറയണുണ്ടായിരുന്നു ദൈവാനുഗ്രഹമുള്ള കുടുംബാണെന്ന്. എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ അപകടമായിരുന്നു. ആ വണ്ടിയുടെ എതിർവശത്ത് എന്തോ കുഴിയൊക്കെ ആയിരിക്കും എന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു. അപ്പൊ തന്നെ അവിടെ ട്രാഫിക് എല്ലാം ക്ലിയർ ആയി. ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ആ സഹായിച്ച ആ വഴിയാത്രക്കാരെയൊന്നും പിന്നെ ഞങ്ങൾ കണ്ടേയില്ല. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഒരു ഷോക്ക് മാറാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ആ നാട്ടുകാരനായിട്ടുള്ള അവിടെ ഷിജു എന്ന് പറഞ്ഞു കടയൊക്കെ നടത്തുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അയാള് ഹസ്ബൻഡിനെ വിളിച്ചോണ്ട് അപകടം നടന്ന ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അതിന്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലായത്. അതായത് ഞങ്ങൾ ആ ഗട്ടറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വണ്ടി മാറ്റിയത് അത് അവിടെ ഒരു വലിയ കുഴിയായിരുന്നു. അതായത് നേരത്തെ അവിടെ ഒരു കലുങ്കുണ്ടായിരുന്നു.
അപ്പൊ ആ 2018 പ്രളയത്തില് ആ കലുങ്ക് ഇടിഞ്ഞ് താഴത്തേക്ക് പോയതാ. അപ്പൊ ആ കലുങ്കിന്റെ ആ കോൺക്രീറ്റ് കഷ്ണം ഇപ്പോഴും അവിടെ ഇങ്ങനെ അതിന്റെ ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം മുകളിലേക്കായിട്ട് ഒരു പിരമിഡ് പോലെ അത് അതിന്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പൊ 1 ഇഞ്ചും കൂടെ വണ്ടി മാറിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയോടുകൂടെ എല്ലാവരും കൂടെ അതിന്റെ അകത്തേക്ക് വീണു പോവായിരുന്നു. അപ്പൊ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്നാണ് അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇതിനു മുമ്പും അവിടെ ഇത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു അപായ സൂചനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് നമ്മളെപ്പോലെ ആ സ്ഥലം പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ രാത്രി അതിൽ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. നമ്മുടെ ഭാഗ്യത്തിനാണ് അന്ന് ആ എതിർവശത്ത് വന്ന ജീപ്പുകാർക്ക് ആ സ്ഥലത്തെ പറ്റി ഒരു അറിവുണ്ടായിരുന്നത്. അതാ നമ്മളെ രക്ഷിച്ചത്. എന്തായാലും അന്ന് രാത്രി തന്നെ ഹസ്ബൻഡ് അവിടെ കുറെ കല്ലൊക്കെ എടുത്ത് പറക്കി ഇങ്ങനെ നിരത്തി വെച്ച് എന്നിട്ട് പിന്നെ ഞങ്ങള് താമസ സ്ഥലത്തേക്ക് പോയി. എന്തായാലും അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതായത് കണ്ണടയ്ക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ വീലിങ്ങനെ ഒരു കുഴിയിലേക്ക് വീഴാൻ പോയി ആ ഒരു വിഷ്വല് എന്റെ മനസ്സിൽ നിന്ന് മാറണില്ല. എനിക്ക് എന്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുന്ന അന്ന് എനിക്ക് തോന്നി. പക്ഷെ ആരെയും ഞാൻ വിളിച്ചു പറഞ്ഞില്ല. ബ്രദറിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഏടാ നാളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാട്ടോ എന്ന് മാത്രം പറഞ്ഞു. കാരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെല്ലാവരും ടെൻഷനായിട്ടിരിക്കില്ലേ. എന്തായാലും പ്ലാൻ ചെയ്തതുപോലെ തന്നെ പിറ്റേ ദിവസത്തെ പകലത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീണ്ടും ഈ വഴിക്കാണല്ലോ പോണത്. അപ്പൊ അവിടെ എത്തിയപ്പോ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി അപകടം നടന്ന സ്ഥലം അപ്പോഴാണ് പകൽവട്ടത്തിൽ ഞങ്ങൾ അത് കണ്ടത്. അത് കണ്ടപ്പോഴാണ് ആ അപകടത്തിന്റെ ഗൗരവം എത്രയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ തന്നെ കുറച്ച് നാട്ടുകാരും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും വാർഡ് മെമ്പറിനെയും ഒക്കെ വിളിച്ച് കാര്യം പറഞ്ഞു. പിന്നെ ഹസ്ബൻഡ് ആ ഒരു അപകടം നടന്ന സ്ഥലവും ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. എന്നിട്ട് അവിടുത്തെ ആ നാട്ടുകാർക്ക് അത് വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവരുടെ ലോക്കൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കിടയ്ക്ക് അത് അവർ ഷെയർ ചെയ്ത് കാര്യങ്ങൾ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു. അപ്പൊ അന്ന് അവിടെ ഒരു കടക്കാരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം അന്ന് തന്നെ അവിടെ ഒരു അപായ സൂചന, ഒരു ചുവന്ന കൊടിയൊക്കെ അവിടെ വെച്ചു. ഒരു അപായ സൂചന എങ്കിലും അന്നത്തെ ദിവസം കൊടുത്തു. എന്നിട്ട് അവര് പറഞ്ഞു ഞങ്ങളോട് ഇനിയുള്ള പുരോഗതികൾ എന്താണെന്ന് ഞങ്ങളെ അറിയിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിട്ടു. എന്തായാലും പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു ഫോട്ടോ കിട്ടി. അതായത് ആ കുഴിയൊക്കെ മണ്ണിട്ട് മൂടി അവിടെ അങ്ങനെ ഒരു അപകടം വരാത്ത രീതിയിൽ വളരെ നന്നായിട്ട് അവർ ആ കാര്യങ്ങൾ ചെയ്തു. നല്ലവരായ ആഡിറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള നാട്ടുകാരോടും ആ വഴിയാത്രക്കാരോടും ഒക്കെ നേരിട്ട് നന്ദി പറയാൻ പറ്റാത്തതിന്റെ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേക്കും അത് പരിഹരിക്കാനായിട്ട് ആ നാട്ടുകാർ ഉപയോഗിച്ച പ്രായോഗിക ബുദ്ധിയും അവരുടെ വിവേകവും അവരുടെ ആത്മാർത്ഥതയൊക്കെ എത്ര പെട്ടെന്നാണെന്നറിയാവോ അങ്ങനെ ഒരു പ്രശ്നത്തിന് അവർ പരിഹാരം കണ്ടെത്തിയത്. പല ഭാഷ സംസാരിക്കുന്നവരും പല നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ആ യാത്രക്കാരുടെ കൂട്ടത്തിൽ. ആരും എന്റെ സമയം പോവുമല്ലോ എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. ദൈവത്തിന്റെ മുഖമുള്ള ഒരുപാട് നല്ല മനുഷ്യരെയാണ് എനിക്കന്ന് അവിടെ കാണാൻ പറ്റിയത്. നമ്മൾ കേൾക്കാറില്ലേ, അപകടങ്ങൾ വന്ന് ചോരയൊലിച്ച് റോഡിൽ കിടന്നിട്ടും ആരും സഹായിക്കാനില്ലാതെ മരിക്കേണ്ടി വന്ന മനുഷ്യരെ പറ്റി. നമ്മുടെ മുമ്പിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ വെറും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാതെ അറ്റ്ലീസ്റ്റ് വേണ്ടിടത്തൊന്ന് വിളിച്ചു പറയാനെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കും. അതായത് ദൈവത്തിന്റെ മുഖങ്ങളുള്ള മനുഷ്യരാവാൻ നമുക്കും പറ്റും എന്നർത്ഥം. വീണ്ടും അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് കാണും വരെ ബൈ.